ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രണ്ട് സ്മൂത്തിയുടെ റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള രണ്ട് സ്മൂത്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുക്കുന്നുണ്ട്. റോ ഓട്സ് അല്ല, വലിയ ഓട്സ് അല്ല, ചെറിയ പെട്ടെന്ന് തന്നെ കുതിർത്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. റോ ഓട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിട്ട് തലേദിവസം വൈകിട്ട് ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓട്സ് ഒരു 10 മിനിറ്റോളം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതും ഒരു അവക്കാഡോയുടെ പകുതി അതും കൂടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിളപ്പിച്ചാർച്ച പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റേതെങ്കിലും പ്ലാന്റ് മിൽക്കുകൾ, സോയ മിൽക്ക്, ബദാം മിൽക്ക് അങ്ങനെ ഏതെങ്കിലും പാൽ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനൊക്കെയുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അവക്കാഡോ അല്ലെങ്കിൽ ആപ്പിൾ വേണമെങ്കിലും മാങ്ങ വേണമെങ്കിലും നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് പഴത്തിൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമതായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സ്ട്രോബെറി ഉപയോഗിച്ചുള്ള ഒരു സ്മൂത്തിയാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. ഈ സ്ട്രോബെറി സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഉപയോഗിക്കുന്നുണ്ട്. ചിയാ സീഡ് ഓട്സും നല്ലതുപോലെ ഹൈ റിച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡൈജഷനൊക്കെ നല്ലതുപോലെ ഹെൽപ്ഫുള്ളാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് 10 മുതൽ 15 മിനിറ്റ് സമയം ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ചിയാ സീഡിലാണെങ്കിൽ നല്ലതുപോലെ ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചിയാ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. നല്ലതുപോലെ കുതിർത്തെടുത്ത ചിയാ സീഡും ഓട്സും മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിളും സ്ട്രോബെറിയാണ്. ഒരു 4 സ്ട്രോബെറിയും ഒരു ആപ്പിളിൻ്റെ പകുതിയുമാണ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരാൾക്ക് സെർവ് ചെയ്യുന്ന അളവിലാണ് ഞാൻ ഈ രണ്ട് സ്മൂത്തികളും ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബദാം പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ബദാം പൊടി ഇല്ലെങ്കിൽ ബദാമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളത്തിന് പകരം നമുക്ക് പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ് മിൽക്കുകൾ, സോയ മിൽക്ക്, ബദാം മിൽക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. മധുരം ഞാൻ ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ടോ പീനട്ടോ വാൾനട്ടോ അങ്ങനെ ഏതെങ്കിലും ഡ്രൈ നട്ട്സും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ റിച്ച് ഫൈബർ, പ്രോട്ടീൻ, വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള രണ്ട് നല്ല സ്മൂത്തികൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശിക്കാനും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.